ചോദിച്ചു വാങ്ങാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് അക്ഷരാർത്ഥത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ICC ഇപ്പോൾ അർഷ്ദീപ് സിംഗിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ മോശം പെരുമാറ്റം. സംഗതി മറ്റൊന്നുമല്ല, ഡാരിൽ മിച്ചലിന് നേരെ അർഷ്ദീപ് സിംഗ് പന്ത് കൊണ്ട് എറിഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സിൻ്റെ 11ാമത്തെ ഓവറിലാണ് അത് സംഭവിച്ചത്. അത് ഡാരിൽ മിച്ചലിന് കൊണ്ടു. ഡാരിൽ മിച്ചൽ വളരെ ദേഷ്യപ്പെട്ട് അപ്പോൾ തന്നെ സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് അർഷ്ദീപ് സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്പോളജി പോലും ആ സമയത്ത് വരുന്നില്ല. സൂര്യ വന്നു അപ്പോളജി എന്നൊക്കെ നമ്മൾ കണ്ടു. അമ്പയർ ഇടപെട്ട് അർഷ്ദീപ് സിംഗിനോട് സംസാരിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഹാൻഡ് ഷേക്ക് കൊടുത്ത് ആ പ്രശ്നം ഒന്ന് പറഞ്ഞ് തീർക്കാൻ അർഷ്ദീപ് സിംഗ് തയ്യാറാവുന്നത്. തീർച്ചയായിട്ടും അതൊരു മോശം പ്രവൃത്തിയായിരുന്നു, ഒരു കാര്യവുമില്ലാതെ ചെയ്ത പ്രവൃത്തിയായിരുന്നു. ICC ഇപ്പോൾ അതിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ICC ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗിനെതിരെ ഇപ്പോൾ ഫൈൻ ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ച് ഫീസിൻ്റെ 15% ഫൈൻ ഇട്ടിരിക്കുന്നത്. കൂടാതെ ഒരു ഡീമെറിറ്റ് പോയിന്റും കൊടുത്തിരിക്കുന്നു. ICCയുടെ കോഡ് ഓഫ് കണ്ടക്ട് പ്ലെയേഴ്സിനും അതുപോലെ തന്നെ പ്ലെയർ സപ്പോർട്ട് പേഴ്സണിനുമുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. ആർട്ടിക്കിൾ 2.9 വയലേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലെവൽ 1 ഒഫൻസാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് 2.9 ആർട്ടിക്കിളിൽ പറയുന്നത് ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ് ബോളോ മറ്റെന്തെങ്കിലും വസ്തുവോ എടുത്തെറിയുക, അപ്പുറത്തേക്കുന്ന താരത്തിന് അപകടം വരുന്ന രൂപത്തിൽ ഡേഞ്ചറസ് ആയ രൂപത്തിലൊക്കെ എടുത്തെറിയുക, അത് ബ്രീച്ച് ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അതാണ് നടത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ICC ഇവിടെ നടപടി എടുത്തിരിക്കുന്നത്. അപ്പം 15% മാച്ച് ഫീസിൻ്റെ അത്രയും ഭാഗം ഫൈൻ കൊടുക്കണം. ഒരു ഡീമെറിറ്റ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് സസ്പെൻഷനൊന്നുമില്ല. സസ്പെൻഷൻ കിട്ടണമെങ്കിൽ 24 മാസത്തിനിടക്ക് 4 ഡീമെറിറ്റ് പോയിന്റുകളാവണം. അതിപ്പോൾ ഡിസിപ്ലിനറി റെക്കോർഡിൽ ഒരു ഡീമെറിറ്റ് പോയിന്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷൻ ഇല്ല. ഇനിയിപ്പോൾ 24 മാസത്തിനിടക്ക്, അതായത് 2 കൊല്ലത്തിനിടക്ക് ഇത് വീണ്ടും ആവർത്തിച്ച് 4 ഡീമെറിറ്റ് പോയിന്റുകൾ വന്നാൽ മാത്രമേ സസ്പെൻഷൻ ഉള്ളൂ. ഏതായാലും വിജയത്തിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇതൊരു കല്ലേടിയാണ്. സംഗതി സസ്പെൻഷൻ ഇല്ലാതെ ഫൈനൽ ഒതുങ്ങിയത് നന്നായി. ഇപ്പം ഇതിനെതിരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് ഹിയറിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അർഷ്ദീപ് സിംഗ് തൻ്റെ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റി പൈക്രോഫ്റ്റ് ഇട്ടിരിക്കുന്ന, അതായത് മാച്ച് റഫറി ഇട്ടിരിക്കുന്ന ഈ ഒരു ശിക്ഷ അയാൾ ഏറ്റുവാങ്ങുകയാണ്. ICC അത് ഒഫീഷ്യലി പറയുന്നു. 15% മാച്ച് ഫീയുടെ അത്രയും ഭാഗം ഫൈനും ഒരു ഡീമെറിറ്റ് പോയിന്റും അർഷ്ദീപ് സിംഗിന് ലഭിച്ചിരിക്കുന്നു. ഇത് ചോദിച്ചു വാങ്ങിയതാണ്.